കൗൺസിലിംഗിന് വന്നിട്ട് പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യം എന്താ പറയാമോ, പണ്ടൊക്കെ എന്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നോട് വാതോരാതെ സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, മിണ്ടത്തില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാലോ പറയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കയ്യിൽ വലിയൊരു ശവപ്പെട്ടി കാണും, ഒരു മൊബൈൽ ഫോൺ. ആ സമയത്തായിരിക്കും കുഞ്ഞ് വന്നിട്ട് എന്ത് പറയുന്നത്, അമ്മേ അച്ഛാ എന്റെ സ്കൂളിൽ ഇന്ന കാര്യം നടക്കാം. അപ്പൊ പറയാം, നിർത്ത്, മതി, ഞാൻ തിരക്കില്ല. അടുക്കളയിൽ ഇരിക്കുന്ന സമയത്ത് മകൻ വന്നിട്ട് പറയും, എന്റെ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഞാൻ തിരക്കാം, പിന്നെ കേൾക്കാം എന്ന് പറഞ്ഞ് അത് മാത്രമല്ല, ചില മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ആ സ്കൂളിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഒന്നെങ്കിൽ നെഗറ്റീവ് പറയും അവരോട്, അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടും. പിന്നെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കുക, ആ കുഞ്ഞ് നിങ്ങളടുത്ത് പറയുമോ എന്തെങ്കിലും? എന്നിട്ട് പിന്നെ നെഞ്ചത്തടി, എന്താ എന്റെ കുഞ്ഞ് എന്നോടൊന്നും പറയുന്നില്ല, പണ്ടൊക്കെ എന്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു എന്ന്. അപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾ പറയാതാക്കിയതാരെ പ്രിയപ്പെട്ടവരെ? നമ്മളാണ്, മാതാപിതാക്കളാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വന്ന് പറയുന്ന ചെറിയ കാര്യമാകട്ടെ വലുതാകട്ടെ, അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ എന്തുമായിക്കൊള്ളട്ടെ, അതൊന്ന് കേൾക്കുവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർക്ക് കൊടുക്കണം. ആ കേട്ട കാര്യങ്ങൾ കേട്ടിട്ട് കുഴപ്പമില്ല, നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ അത് പോസിറ്റീവാക്കി മാറ്റുവാനും, അല്ലെങ്കിൽ അവനെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മിടുക്ക, എന്തുണ്ടെങ്കിലും എന്നോട് വന്ന് പറയണമെന്ന് പറയുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന്റെ ജീവിതകാലം മുഴുവനും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളോട് വന്നവര് പറയാൻ തയ്യാറാകത്തുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് അവര് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഒരു 18 വയസ്സാകും. 18 വയസ്സാകുമ്പോഴത്തേക്ക് നാട്ടുകാരിൽ ആരെങ്കിലും, ചെറുപ്പക്കാരും അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കാൻ വേണ്ടി തയ്യാറാകും, അവരോടൊപ്പം അവർ പോകും. അതാ ഇത് കണ്ടുവരുന്ന. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെന്ത് ചെയ്യണം, അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഡിജിറ്റൽ ചതിക്കുഴികളുടെ കാലഘട്ടമാണ് അല്ലേ? മൊബൈൽ ഫോണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്ത എത്ര മാതാപിതാക്കളുണ്ട് ഈ കൂട്ടത്തിൽ? ഒന്ന് കൈമുക്കിക്കേ. മൊബൈൽ ഫോണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്ത എത്ര മാതാപിതാക്കളുണ്ട്? സന്തോഷം, ഒരാളില്ല. എന്താ? നമ്മുടെ ജോലി ഭംഗിയായിട്ട് നടക്കണം അല്ലേ? അടുക്കളയിൽ കറി വെക്കണം, അടുക്കളയിൽ നമ്മളെ ശല്യം ചെയ്യാൻ പാടില്ല. അതിനെന്താ, ഒരു ഫോൺ എടുത്ത് കുഞ്ഞിന്റെ കൈ കൊടുക്കും, ഒരു കസേരയിലെടുത്ത് ഇരിക്കും, മോനെ കണ്ടോ കാർട്ടൂൺ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. അവരെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യത്തില്ല. എന്നിട്ട് പറയാം പഠിക്കാൻ താല്പര്യമില്ല. വന്ന് കൗൺസിലിംഗ് വന്നിട്ട് പറയാം, എന്റെ പൊന്നു സാറേ പഠിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കും, മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ടോ? പിന്നെ അവൻ മൊബൈൽ ഫോൺ ഇല്ലാതെ ഉണ്ണാറില്ല, ഉറങ്ങാത്തില്ല. രാത്രി കിടക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ വേണം, ഉണ്ണുന്ന സമയത്ത് മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കണമെന്നാ പറയുന്നത്. എന്നിട്ട് പറയാം പഠിക്കുന്നില്ല. എങ്ങനെ പഠിക്കാനാ? നമുക്ക് സന്തോഷം കിട്ടുന്ന ഹോർമോണുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ആ ഡോപ്പമിൻ ഈ മൊബൈൽ ഫോൺ റീൽസ്, നിങ്ങൾ നോക്ക്, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും മൊബൈൽ ഫോണിന്റെ അകത്ത് എന്ത് അറിയാം, ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ചില മാതാപിതാക്കൾ അഭിമാനത്തോടുകൂടി വന്ന് പറയും, എന്റെ മോനുണ്ടല്ലോ മൊബൈൽ ഫോണിന്റെ എല്ലാ സംഗതിയും അറിയാമെന്ന് പറയും. എല്ലാ സംഗതിയും അറിയാം. അപകടമാ. നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് അറിയുന്നെങ്കിൽ അപകടമാ. അതുകൊണ്ട് മൊബൈൽ ഫോൺ കൊടുത്തിട്ടുള്ള ആ ഫുഡ് കൊടുക്കുന്നത് നിർത്ത്, ആ ഉറക്കുന്ന സംഗതികൾ നിർത്ത്. കാരണം അത് നിങ്ങളുടെ മക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ആ മൊബൈൽ ഫോണിന്റെ അകത്തുണ്ടല്ലോ, ആ മൊബൈൽ ഫോണിന്റെ അകത്ത് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങും. എന്താണെന്നറിയോ? കണ്ടോ, ആ പിതാവ് എത്ര ഭംഗിയായിട്ടാണ് മക്കളെ നോക്കുന്നത്. നിങ്ങൾ കണ്ടതില്ലേ റിഫ മെഹറിൻ? കേട്ടിട്ടില്ല? ആത്മഹത്യ ചെയ്തു പോയ റിഫ മെഹറിൻ. അറിയുന്നവരെന്ന് കൈ നോക്കിക്കേ. എന്തായിരുന്നല്ലേ? ഓർത്ത് നോക്കിക്കേ. ഭർത്താവുമായിട്ട് കൊഞ്ചുന്ന് കുഴയുന്ന് വീട് മണിയറായി കാണിക്കേണ്ട കാര്യങ്ങൾ പോലെ എന്താ പുറത്തു വന്ന് കാണിക്കുക. അവസാനം നമ്മളറിയുന്ന ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് മനസ്സിലാകുന്നത് അവർ തമ്മിൽ തല്ലും ഈ മൊബൈൽ സ്ക്രീനിന്റെ മുമ്പിലെല്ലാം ഫുൾ ടൈം അടിയായിരുന്നത് അല്ലെ? അപ്പൊ ഈ മൊബൈൽ ഫോണിൽ കാണുന്ന റീൽസുകളെല്ലാം യാഥാർത്ഥ്യമല്ല, റിയാലിറ്റി അല്ല.
ഇത് കുഞ്ഞുങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യും? കണ്ടോ, അപ്പുറത്തെ വീട്ടിലെ ആ അച്ഛൻ മകന് കാറ് മേടിച്ചു കൊടുക്കുന്നു. അതുവഴി അപ്പൊ നമ്മൾ പറയും, അച്ഛ എനിക്ക് നാളെ കാറ് വേണം, അല്ലെ അമ്മ എനിക്ക് നാളെ കാറ് കാണണം. നമ്മുടെ ഈ കാശ് കാണത്തില്ല. നമ്മളത് മോനെ ഇല്ല, അവിടെ തുടങ്ങും ബുക്കില്. അപ്പൊ മൊബൈൽ ഫോൺ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ ഒഴിവാക്കുക. മൊബൈൽ ഫോൺ ഗുണമല്ല ചെയ്യുന്നത്, പ്രിയപ്പെട്ടവരെ, ദോഷമാണ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നത് പോലെ അവരെ പരാജയപ്പെടാൻ വിടുകയും ചെയ്യുക. ആരെങ്കിലും സമ്മതിക്കുമോ? എന്റെ മകൻ പരാജയപ്പെടാൻ വിടണം. അവര് പരാജയപ്പെടാൻ വിട്ടില്ല എങ്കിൽ അവർ വളർന്നു വരും തോറും അവരുടെ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ പറ്റത്തില്ല. കുഞ്ഞൊന്ന് മറിഞ്ഞു വീണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങളുടെ മകൻ ഓടി വന്നൊന്ന് മറിഞ്ഞു വീണ്, നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞു പോലെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓടിച്ചെന്ന് വെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊക്കി അങ്ങ് എടുക്കും, അല്ലെ? എന്റെ പൊന്നു മക്കളെ, ആ പിന്നെ രക്ഷിതാക്കളെ, നിങ്ങൾ എന്ത് ചെയ്യും? ആ കുഞ്ഞിനൊന്ന് എഴുന്നേക്കാനുള്ള അവസരം കൊടു. ഒരു കുട്ടി വന്ന് കൗൺസിലിംഗ് വന്നിട്ട് പറയാ, അമ്മയെ കുറിച്ച് ഭയങ്കര പരാതി. ഏറ്റവും വലിയ പരാതി എന്താ? ഹോംവർക്ക് പോലും എന്റെ അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലെന്നാ പറഞ്ഞത്. നോക്ക്, ഈ കൂട്ടത്തിൽ ഞങ്ങൾക്ക് അറിയാം, കാരണം ഞാനിവിടെ വന്ന് ബുക്കൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അതെല്ലാം നമുക്ക് അറിയാം. അമ്മമാരുടെ കൈയക്ഷരം ഞങ്ങൾക്ക് അറിയാം, പിന്നെ കുട്ടികളുടെ കൈയക്ഷരം അറിയാം. അവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യട്ടെ. അവര് വീഴുന്ന സമയത്ത് നിങ്ങൾ പ്രചോദനം കൊടുക്കുക. എഴുന്നേക്കുവാനുള്ള പ്രചോദനമാണ് കൊടുക്കേണ്ടത്, പോയി പൊക്കിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് അവരെ പരാജയപ്പെടുന്ന സമയത്ത് അവരോട് നെഗറ്റീവ് പറയാതെ അവരെ എന്ത് ചെയ്യുക? ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള മോട്ടിവേഷനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ കുട്ടികളെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ പൈലറ്റ് ആക്കണം എന്നൊക്കെ വാശി പിടിക്കാൻ നല്ലതാണ്. പക്ഷേ അതിലുപരി മനുഷ്യനാക്കുവാൻ വേണ്ടി, മനുഷ്യനെ മനുഷ്യനാക്കുവാൻ വേണ്ടി കൂടി വാശി പിടിക്കണം മാതാപിതാക്കളെ. നിങ്ങൾ എത്ര വലിയ വിദ്യാസമ്പന്നത നേടിയെന്ന് പറഞ്ഞാലും, എത്ര വലിയ വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ വയസ്സാകുന്ന ഒരു സമയം വരും, നിങ്ങൾക്ക് വാർദ്ധക്യം അനുഭവപ്പെടും. ആ സമയത്ത് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ തട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ വരാതിരിക്കുവാൻ വേണ്ടി അവരെ മനുഷ്യനാക്കി വളർത്തണം. സ്വന്തം സഹപാഠിക്ക് ആവശ്യം വരുമ്പോൾ അതെന്റെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് അത് സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു മകളായി വളർത്തുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കണം. അതിനു വേണ്ടിയാകണം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അതല്ലാതെ ഫുള്ള് A+ വാങ്ങുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഉന്നതപരമായിട്ടുള്ള തലങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയോ ആകാൻ പാടില്ല എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടി ഞങ്ങളും ശ്രമിക്കാം. അധ്യാപകർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ കുഞ്ഞുങ്ങളെ മനുഷ്യനാക്കുവാൻ വേണ്ടി മനുഷ്യനെ മനസ്സിലാക്കുന്ന, മനുഷ്യന്റെ വേദനകളെ കണ്ടറിയുന്ന, മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ പറ്റുന്ന മനുഷ്യനാക്കുവാൻ എല്ലാവർക്കും സാധിക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിന്റെ ഈ ആദ്യത്തെ ആനുവൽ ഡേക്ക് എന്റെ എല്ലാവിധ ഹൃദയം കൊണ്ട് ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി.